നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാറ്റുലി 90.4. അക്ഷരങ്ങളിൽ എന്റെ നാട് ഏഴാമതൂഴം. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വയനാട് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ മാറ്റുലിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ ഏഴാമത് ഊഴമാണിത്. എഴുത്തുവഴികളിലൂടെ അനേകർക്ക് ദിശാബോധം നൽകിയ എഴുത്തുകാരും വായനയെ ജീവതാളമാക്കി മാറ്റിയ ഗ്രന്ഥശാല പ്രവർത്തകരുമാണ് ഈ ഊഴത്തിൽ നമുക്കൊപ്പമെത്തുന്നത്. നിർവഹണം ഷാജൻ ജോസ്. നിർവഹണ സഹായം സുധീർ PK. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭ്യമാവുന്നതിന് മുൻപ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ മധ്യവർഗ സമൂഹം അനുഭവിച്ച പ്രതിസന്ധികളും അതിന് കാരണമായി മാറിയ ആഡംബരങ്ങളും അല്പം നർമ്മം കലർത്തി പറയുന്ന ഒരു കൃതിയാണ് ഗബൻ. മധ്യവർഗ സമൂഹത്തെ എക്കാലവും അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നം അവരുടെ ആഡംബര ഭ്രമമാണ്. സമ്പന്നവർഗത്തെ പോലെ ജീവിക്കാൻ അതിയായി ആഗ്രഹിക്കുന്നവർ അതിനാവശ്യമായ വരുമാനമാർഗം കണ്ടെടുക്കാനാവാതെ നെട്ടോട്ടമോടുകയും ഒടുവിൽ എവിടെ നിന്നെങ്കിലും അമിത പലിശയ്ക്ക് വായ്പ വാങ്ങിക്കുകയും അവസാനം തിരികെ നൽകാനാവാതെ കഷ്ടപ്പെടുകയും ചെയ്യുന്നത് എല്ലാ നാട്ടിലും എക്കാലവും കാണുന്ന പതിവ് കാഴ്ചകൾ തന്നെയാണ്. ലോകം ഒരു കമ്പോളമായി ചുരുങ്ങുന്ന വർത്തമാനകാലത്തും ഇത്തരം ആഡംബര ഭ്രമങ്ങൾക്ക് ഒരു കുറവും ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഹിന്ദി സാഹിത്യത്തിലെ വില്യം ഷേക്സ്പിയർ എന്നറിയപ്പെടുന്ന പ്രേംചന്ദ് ഒരു കർഷക കുടുംബത്തിലാണ് പിറന്നത്. ഗാന്ധിയൻ ആദർശത്തിൽ ആകൃഷ്ടനായി സർക്കാർ ജോലി വേണ്ടെന്ന് വെച്ച് മുഴുവൻ സമയ എഴുത്തുകാരനായി മാറിയ ഇദ്ദേഹമാണ് മതപരമായ ചട്ടക്കൂടുകൾക്കിടയിൽ കുരുങ്ങിക്കിടന്നിരുന്ന ഹിന്ദി സാഹിത്യത്തെ സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങൾ പറയുന്ന റിയലിസ്റ്റിക് രീതിയിലേക്ക് മാറ്റി എഴുതിയത്. ശൈശവ വിവാഹത്തിനെതിരായും വിധവ പുനർവിവാഹത്തിനു വേണ്ടിയും ഹിന്ദു മുസ്ലിം ഐക്യത്തിനു വേണ്ടിയും എക്കാലവും ശബ്ദമുയർത്തിയ ഈ ഗ്രാമീണ എഴുത്തുകാരൻ ഭാരതത്തിന്റെ ആത്മാവായ ഗ്രാമത്തിന്റെ നന്മയ്ക്കായും ഗ്രാമീണ ജീവിതത്തെ ഇല്ലാതാക്കുന്ന അനാചാരങ്ങൾക്കെതിരെയും തൻ്റെ തൂലികയെ പടവാളാക്കിയ ശക്തനായ ഒരു എഴുത്തുകാരനാണ്. അതിനാൽ തന്നെ ഇദ്ദേഹത്തെ ഹിന്ദിയിലെ നോവൽ സാമ്രാട്ട് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഗ്രാമീണ ജീവിതത്തെ ആകെ അടയാളപ്പെടുത്തിയ ഇദ്ദേഹത്തിന്റെ കൃതിയിലെ കഥാപാത്രങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിത പരിസരങ്ങളിൽ നാം കണ്ടുമുട്ടുന്നവരാണ്. ഒരു പക്ഷേ അവരുടെ പേരുകളിൽ മാത്രമാവും വ്യത്യാസമുണ്ടാവുക. സാമൂഹ്യ തിന്മകൾക്കെതിരെ ശബ്ദമുയർത്താനുള്ള അവയെ പ്രതിരോധിക്കാനുള്ള ഉപാധിയായി എഴുത്തിനെ കണ്ട ഇദ്ദേഹം കഥാപാത്ര സൃഷ്ടിയിലും സംഭാഷണ രീതികളിലും ഈ ലക്ഷ്യത്തെ മികച്ചതായി ഉപയോഗിച്ചിട്ടുണ്ട്. കുറിക്കുകൊള്ളുന്ന പരിഹാസവും മൂർച്ചയേറിയ വാക്കുകളും ചില ദിശാസൂചകങ്ങളാണ്. അതിരുവിട്ടു പോകുന്ന ചിന്തകളുടെ, നിയന്ത്രിക്കേണ്ട പ്രവൃത്തികളുടെ ഒക്കെയും സൂചനകൾ. സാമൂഹ്യ അന്തസ്സ് കാണിക്കുന്നതിനായി ഏത് ഹീനവേഷവും കെട്ടാം എന്ന ചിന്തയ്ക്ക് മുകളിൽ തറച്ചുവെച്ച ആണിയാണ് ഈ കൃതി. പച്ചയായ ജീവിതങ്ങളെ വരച്ചു കാണിക്കുന്ന ഈ കൃതിയെ നമുക്കായി പരിചയപ്പെടുത്തുന്നത് ഹിന്ദി സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഒരു മികച്ച വായനക്കാരിയായ മീര പ്രകാശാണ്. ഒരു നല്ല വായനക്കാരി ഒരു മികച്ച ശ്രോതാവ് കൂടി ആയാൽ ഏറെ പ്രത്യേകതകൾ ഉണ്ടാവും. റേഡിയോ മാറ്റുലിയിലെ മികച്ച ശ്രോതാവിനുള്ള 2025-26 പുരസ്കാരം നേടിയ മീര ദ്വാരക നവചിന്താ ഗ്രന്ഥാലയത്തിലെ അംഗമാണ്. PK കാളൻ മെമ്മോറിയൽ കോളേജിലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായ ഇവർ മാറ്റുലി ശ്രോതാക്കളുടെ രചനകൾ ചേർത്ത് സുരംഗ് എന്ന പേരിലിറക്കിയ മാഗസിന്റെ എഡിറ്റർ കൂടിയായ മീര ഒരു കവയത്രി കൂടിയാണ്. കാലത്തിന്റെ എല്ലാ ചങ്ങലക്കെട്ടുകളെയും രചനാ വൈഭവത്താൽ അതിജീവിക്കുന്ന ഗബൻ എന്ന കൃതിയിലൂടെയുള്ള യാത്ര നമുക്ക് ആരംഭിക്കാം മീരയുടെ ശബ്ദത്തിൽ. ഹിന്ദി ഉറുദു സാഹിത്യത്തിൽ ഉപന്യാസ സാമ്രാട്ട് അഥവാ നോവലുകളുടെ ചക്രവർത്തി എന്നറിയപ്പെട്ട മുൻഷി പ്രേംചന്ദിന്റെ ഏറെ വായിക്കപ്പെട്ട ഒരു നോവലാണ് ഗബൻ. 1880 ഉത്തർപ്രദേശിലെ വാരണാസിയിൽ ജനിച്ച പ്രേംചന്ദിന്റെ യഥാർത്ഥ നാമം ധൻപത് റായ് ശ്രീവാസ്തവ എന്നായിരുന്നു. ദാരിദ്ര്യവും സാമൂഹിക ചൂഷണവും നേരിടുന്ന കർഷകരുടെയും തൊഴിലാളികളുടെയും ദുരിതപൂർണമായ ജീവിതം, ജാതി വ്യവസ്ഥ, സാമൂഹിക അസമത്വം, സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ അഭാവം, സ്ത്രീകളോടുള്ള വിവേചനം, വിധവകളുടെ ദുരിതങ്ങൾ, അഴിമതി, ധാർമ്മിക മൂല്യങ്ങളുടെ തകർച്ച തുടങ്ങി നിരവധി സാമൂഹ്യ പ്രശ്നങ്ങൾ തന്റെ രചനയിലൂടെ അവതരിപ്പിക്കുകയും വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രേംചന്ദ്. ചതി, വഞ്ചന, പ്രത്യേകിച്ച് സാമ്പത്തിക ക്രമക്കേട് എന്നാണ് ഗബൻ എന്ന വാക്കിനർത്ഥം.
1931 ഭാരതത്തിൽ സ്വാതന്ത്ര്യത്തിനായുള്ള മുറവിളികൾ അലയടിക്കുന്ന സമയത്താണ് ഈ നോവൽ രചിച്ചത്. ഇതിലെ കഥാപാത്രങ്ങൾ നമ്മിൽ നിന്ന് അകലെയുള്ളവരല്ല, നമ്മുടെ ചുറ്റുമുള്ള സാധാരണ മനുഷ്യരാണ്. മനുഷ്യന്റെ ആഗ്രഹങ്ങളുടെയും അഭിമാനത്തിന്റെയും സാമൂഹിക സമ്മർദ്ദങ്ങളുടെയും കഥയാണ് ഗബൻ പറയുന്നത്. ആഭരണത്തോടുള്ള തന്റെ അടങ്ങാത്ത അഭിവാഞ്ച തകർത്തെറിഞ്ഞത് തന്റെ കുടുംബജീവിതം ആണെന്ന സത്യവും ശിഷ്ടാനുഭവങ്ങളിൽ നിന്ന് പുതിയ ജീവിത പാഠവും ഉൾക്കൊണ്ട് തികച്ചും പരിവർത്തനം സംഭവിച്ച ഇടത്തരം കുടുംബത്തിൽ പിറന്ന ജാൽപ എന്ന സ്ത്രീയാണ് നോവലിലെ നായിക. ഉത്തരേന്ത്യക്കാരുടെ അതിവിശിഷ്ട ആഭരണമായ ചന്ദ്രഹാർ കുട്ടിക്കാലത്ത് തന്നെ ജാൽപയെ ആകർഷിക്കുന്നു. ബാല്യത്തിൽ തന്റെ ഗ്രാമത്തിലെത്തിയ ആഭരണം വിൽക്കുന്ന നാടോടി സ്ത്രീയുടെ കയ്യിൽ കണ്ട ചന്ദ്രഹാർ കുഞ്ഞു ജൽപയുടെ മനം കവരുന്നു. അത് സ്വന്തമാക്കാൻ അവൾ അമ്മയെ നിർബന്ധിക്കുന്നു. 4 സഹോദരങ്ങളുടെ മരണശേഷം തങ്ങൾക്ക് ലഭിച്ച മകളായതുകൊണ്ട് അച്ഛനമ്മമാരുടെ അളവറ്റ ലാളനയേറ്റാണ് അവൾ വളർന്നത്. അച്ഛൻ അമ്മയ്ക്ക് സമ്മാനിച്ച ചന്ദ്രഹാർ തനിക്കും വേണമെന്ന് വാശി പിടിച്ച് കരയുന്ന ജാൽപയെ സമാധാനിപ്പിക്കാൻ അമ്മ ഇങ്ങനെ പറയുന്നു: അരേ ബേട്ട, തേരെ ലിയേ ചന്ദ്രഹാർ സസുരാൽ സേ ആയേഗ. നിനക്കുള്ള ചന്ദ്രഹാർ ഭർത്തൃ വീട്ടിൽ നിന്നാണ് നിനക്ക് കിട്ടുക എന്ന്. ജാൽപയോടൊപ്പം വളർന്നത് ഭർത്താവിന്റെ ഗൃഹത്തിൽ നിന്നും തനിക്ക് ലഭിക്കാൻ പോകുന്ന ചന്ദ്രഹാർ എന്ന ആഭരണത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ കൂടിയായിരുന്നു. മധ്യവർഗ കുടുംബത്തിലെ യുവാവായ മുനിസിപ്പാലിറ്റിയിലെ ഗുമസ്തനായ രമാനാഥ് ജാൽപയുടെ വരനായി എത്തുന്നു. ഭാര്യയെ അതിയായി സ്നേഹിക്കുന്ന രമാനാഥ് അവളുടെ ആഭരണ പ്രിയത സാധിക്കാനായി നിരന്തരം പ്രയത്നിക്കുന്നു. തനേറെ കൊതിച്ച ചന്ദ്രഹാർ ഭർതൃഗൃഹത്തിൽ നിന്ന് ലഭിക്കാത്തത് വിവാഹനാൾ മുതൽ ജാൽപയുടെ ഇച്ഛാഭംഗത്തിന് കാരണമാകുന്നു. അന്നത്തെ സമൂഹത്തിൽ സ്ത്രീകളുടെ അഭിമാനത്തിന്റെ, പ്രൗഢിയുടെ, സുരക്ഷിതത്വത്തിന്റെ പ്രതീകങ്ങളായിരുന്നു ആഭരണങ്ങൾ. ഭാര്യയുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി സമൂഹത്തിൽ മാന്യമായ സ്ഥാനം നിലനിർത്താൻ രമാനാഥ് ശ്രമിക്കുന്നു. ആഗ്രഹങ്ങൾ പരിധി വിട്ടപ്പോൾ ഗുമസ്തനായ രമാനാഥ് പൊതുജനങ്ങളിൽ നിന്ന് പിരിഞ്ഞു കിട്ടിയ നികുതി നിയമവിരുദ്ധമായി തന്റെ ഭാര്യയുടെ ആവശ്യങ്ങൾക്ക് ചെലവഴിച്ച് അവളെ സന്തോഷിപ്പിക്കുന്നു. വൈകാതെ വാർഷിക കണക്കെടുപ്പിൽ കുറവ് വന്ന തുകയ്ക്ക് ഉത്തരവാദി രമാനാഥ് തന്നെയെന്ന് മേലധികാരികൾ വിധിയെഴുതുന്നു. കുറഞ്ഞ കാലം കൊണ്ട് തന്നിൽ വന്നു ചേർന്ന സാമ്പത്തിക ബാധ്യത തീർക്കാനായി രമാനാഥ് ഭാര്യയുടെ ആഭരണങ്ങൾ മോഷ്ടിക്കുന്നു. പക്ഷേ തന്റെ തെറ്റുകൾ ഒരു കടലാസിൽ കുത്തിക്കുറിച്ച് തന്റെ മുറിയിൽ വെച്ച് അയാൾ നാടുവിടുന്നു. തുടർന്ന് കൽക്കത്തയിലെത്തിയ രമാനാഥ് ദേവീദീൻ എന്ന ഒരു സാധാരണ കച്ചവടക്കാരനെ പരിചയപ്പെടുന്നു. ദയാലുവായ ദേവീദീൻ രമാനാഥിന് അഭയം നൽകുന്നു. ക്രമേണ അധ്വാനിച്ച് സംതൃപ്തിയോടെ ജീവിക്കാൻ അയാൾ ശീലിക്കുന്നു. രമാനാഥിന്റെ തിരോധാനത്തിന് ശേഷം കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും കുറ്റപ്പെടുത്തലുകൾ ജാൽപയെ സങ്കടത്തിലാഴ്ത്തുന്നു. തന്നെ ജീവന് തുല്യം സ്നേഹിച്ച ഭർത്താവിനെ തിരിച്ചറിയാതെ സമൂഹത്തിൽ സ്ഥാനമുറപ്പിക്കാൻ ആഭരണങ്ങൾ വാങ്ങിക്കൂട്ടിയ ജാൽപ തന്റെ തെറ്റുകൾ തിരിച്ചറിയുന്നു. ജാൽപ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാവുകയും കൂട്ടുകാരിയായ രത്തനോടൊപ്പം ഖാദിയുടെ പ്രചാരകയാവുകയും ചെയ്യുന്നു. സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവരുടെ ഉന്നമനത്തിനായി പ്രയത്നിക്കുന്നു. തന്റെ ആഭരണങ്ങളുടെ തിളക്കത്തിൽ മങ്ങിപ്പോയത് തന്റെ ജീവിതമാണ് എന്ന് തിരിച്ചറിഞ്ഞ ജാൽപ ധീരയായി തന്റെ ഭർത്താവിനെ കണ്ടെത്തുകയും പരസ്പരം തെറ്റുകുറ്റങ്ങൾ ക്ഷമിച്ച് സമാധാനപൂർണമായ ഒരു ജീവിതം ആരംഭിക്കുകയും ചെയ്യുന്നിടത്ത് നോവൽ അവസാനിക്കുന്നു. ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ ജാൽപയുടെ ചിന്തകളിലും കാഴ്ചപ്പാടിലും ഉണ്ടാകുന്ന മാറ്റം നോവലിന്റെ പ്രധാന ശക്തികളിൽ ഒന്നാണ്. തെറ്റ് തിരിച്ചറിഞ്ഞ് സ്വയം മാറുന്ന ഭർത്താവിനെ നേർവഴിക്ക് നയിക്കുന്ന ഭൗതിക മോഹങ്ങൾ ഉപേക്ഷിച്ച് ലളിത ജീവിതം സ്വീകരിച്ച് സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്ന കരുത്തയായ സ്ത്രീരത്നമായി ജാൽപ മാറുന്നു. സാമ്പത്തിക ശേഷിയുടെ പരിധിക്ക് അപ്പുറത്തുള്ള ജീവിതം നയിക്കാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യൻ നേരിടുന്ന പ്രതിസന്ധികൾ ഇന്നും പ്രസക്തമാണ്. വായ്പകളും ക്രെഡിറ്റ് കാർഡുകളും ഉപഭോക്തൃ സംസ്കാരവും നിറഞ്ഞ ആധുനിക ലോകത്ത് ഗബൻ കൂടുതൽ അർത്ഥവത്താവുന്നു. നമ്മുടെ സന്തോഷം യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലാണോ അതോ മറ്റുള്ളവരുടെ കണ്ണിൽ നമ്മെ എങ്ങനെ കാണുന്നു എന്നതിലാണോ? നമുക്ക് പരിശോധിക്കാം. ഈ ആത്മപരിശോധനയാണ് ഗബൻ എന്ന ഈ സാഹിത്യകൃതിയുടെ വിജയം. നിങ്ങളുടെ വായനകളിൽ ഈ വിശ്വസാഹിത്യകൃതിയെ കൂടി ചേർത്ത് വെക്കുന്നത് നന്നാവും.
അക്ഷരങ്ങളിൽ എൻ്റെ നാടിൻ്റെ അടുത്ത അധ്യായത്തിൽ ജൂൺ 28-ന് വയനാടൻ സാഹിത്യത്തെ കേരളത്തിന് പുറത്തേക്ക് എത്തിച്ച ഹാരിസ് നന്മേനിയുടെ പാലം എന്ന നോവലിനെ എഴുത്തുകാരിയും അധ്യാപക പരിശീലകയുമായ എറണാകുളം സ്വദേശിനിയായ രേഖ KA പരിചയപ്പെടുത്തുന്നു. അക്ഷരങ്ങളിൽ എൻ്റെ നാട്, ഏഴാമതൂഴം. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വയനാട് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ മാറ്റുലിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ 7ാമത് ഊഴമാണിത്. എഴുത്തുവഴികളിലൂടെ അനേകർക്ക് ദിശാബോധം നൽകിയ എഴുത്തുകാരും വായനയെ ജീവതാളമാക്കി മാറ്റിയ ഗ്രന്ഥശാല പ്രവർത്തകരുമാണ് ഈ ഊഴത്തിൽ നമുക്കൊപ്പം എത്തുന്നത്. നിർവഹണം ഷാജൻ ജോസ്. നിർവഹണ സഹായം സുധീർ PK.